എന്തായാലും എല്ലാത്തിലും ശക്തമായിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യവും ആഗ്രഹവും. പിന്നെ 4-ാം തീയതി വിജയത്തിന് ശേഷം പ്ലാൻ മാറ്റണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്ത് മുണ്ടിൽ കാണണം, വരാനുള്ളതൊക്കെ വഴി തങ്ങും. വിജയം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഞാനിപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫാക്ടറാണ്. എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ജനങ്ങളുടെ കണ്ണിൽ കണ്ട ഒരാളാണ്. ഞാനും കണ്ടായിരുന്നു. കൂടാതെ അവരുടെ സങ്കടങ്ങളും കണ്ട ഒരാളാണ്. സഹിക്കാൻ പറ്റണ്ടേ, ഞാനൊക്കെ മാറി കരയേന്, അതിനോട് പിടിച്ചു മാറ്റാൻ പോലും പറ്റില്ല. പക്ഷെ ടോട്ടാലിറ്റി നോക്കുമ്പം തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, പള്ളുരുത്തിയുടെ കൊച്ചി മുതൽ ഉദയംപേരൂർ വരെയുണ്ട്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. പക്ഷെ ടോട്ടാലിറ്റി നോക്കുമ്പം അതിനുശേഷം തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, അതിനു മുമ്പ് എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. അപ്പം അത് നമുക്ക് ആ ഒരു കൗണ്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. അത് ഈ ഒരു അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തീരുമാനം. ഇതൊക്കെ എന്ത്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ലോകത്തെമ്പാടുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഏത് പാർട്ടിയാണ്. ആൾക്കാർ പറയും ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. എന്തിനാ പാവത്തിനെ പറഞ്ഞിളക്കി വിട്ടത്? രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഉണ്ടാവും. 2020 ഭാഗമായിട്ട് അങ്ങനെയൊന്നുമില്ല. നമുക്ക് അപ്പത്തെ ശരിയെന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ, നമ്മുടെ നയത്തിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ പോവാന്നുള്ളതാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.